പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ആകാം എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതേസമയം ബെല്ലും ബ്രേക്കുമില്ലാതെ പൂമംഗലത്തെ മോഹൻ വെളിച്ചപ്പാടുക പോലെ കത്തിയുമായി നടക്കുകയാണ്. അവന്റെ നേരെ നോക്കുന്നവരെയെല്ലാം അവൻ കൊത്തും. നാട്ടുകാരെ, ഈ ഭയാനകമായ ചുറ്റുപാടിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഓരോ കൊച്ചുപിച്ചാത്തി മേടിക്കണം. അതെപ്പോഴും നിങ്ങളുടെ അരഞ്ഞാണ ചരട് പോലെ നിങ്ങളുടെ അരയിലുണ്ടായിരിക്കണം. മോഹൻ കത്തിയെടുത്താൽ നിങ്ങളും കൊച്ചുപിച്ചാത്തി എടുക്കണം. ജീവനിൽ കൊതിയുള്ള മോഹൻ നിങ്ങളുടെ കത്തി കണ്ട് പേടിച്ചു വിരണ്ടോടും. നിങ്ങൾ നിർഭയരായിരിക്കണം, ചങ്കൂറ്റമുള്ളവരായിരിക്കണം. ഞാൻ നല്ലവളല്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് കുഞ്ഞു ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കും ഒരു മനസാക്ഷിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞിന്റെ ഭർത്താവിനെ കൊന്നത് മോഹൻ സാറാ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കുഞ്ഞിനെ കല്യാണം ചെയ്യണമെന്ന് മോഹൻ സാറിന് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോ ഒരു ദിവസമെങ്കിലും കുഞ്ഞിന്റെ കൂട്ടത്തിൽ കഴിയുമെന്ന് എന്നോട് പന്തായം കെട്ടിയതാ. സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മോഹൻ സാർ ഒരുപാട് കാശ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ കൈക്കലാക്കാൻ നോക്കുന്ന ദുഷ്ടനാ കുഞ്ഞെ അയാള്. അയാൾ ഇവിടെ വരുന്നത് കുഞ്ഞിനെ ചതിക്കാനാ. കാര്യം സാധിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാനെന്ന ഭാവത്തിൽ അയാൾ പറ്റിക്കൂടും. അതുകൊണ്ട് സൂക്ഷിക്കണം കുഞ്ഞെ. വരട്ടെ. ഞാൻ നല്ലവളല്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് കുഞ്ഞു ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കും ഒരു മനസാക്ഷിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞിന്റെ ഭർത്താവിനെ കൊന്നത് മോഹൻ സാറാ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കുഞ്ഞിനെ കല്യാണം ചെയ്യണമെന്ന് മോഹൻ സാറിന് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോ ഒരു ദിവസമെങ്കിലും കുഞ്ഞിന്റെ കൂട്ടത്തിൽ കഴിയുമെന്ന് എന്നോട് പന്തായം കെട്ടിയതാ. സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മോഹൻ സാർ ഒരുപാട് കാശ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ കൈക്കലാക്കാൻ നോക്കുന്ന ദുഷ്ടനാ കുഞ്ഞെ അയാള്. അയാൾ ഇവിടെ വരുന്നത് കുഞ്ഞിനെ ചതിക്കാനാ. കാര്യം സാധിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാനെന്ന ഭാവത്തിൽ അയാൾ പറ്റിക്കൂടും. അതുകൊണ്ട് സൂക്ഷിക്കണം കുഞ്ഞെ. വരട്ടെ. അങ്കിളല്ലേ തരുന്നത്? എനിക്ക് വേണ്ട. മോൻ അച്ഛനില്ലാത്തതുകൊണ്ട് അങ്കിള് വാങ്ങി തരുന്നതല്ലേ, വാങ്ങിക്കേ. നന്നായിരിക്കുന്നില്ലമ്മേ. ഇത് എവിടുന്നാ കണ്ണ? ഞാൻ സ്കൂളിൽ വരുമ്പോ അങ്കിൾ തന്നതാ. മോൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. വല്ലൂരൊക്കെ തരുന്ന എന്തിനാ വാങ്ങുന്നേ? വല്ലൂരും ആണോ? അങ്കിൾ അല്ലേ അമ്മേ? ആരായാലും തിരക്കേടില്ല. ഈ സ്വഭാവം നന്നില്ല മോനെ. നാളെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു കൊടുത്തേക്കണം. അങ്കിൾ തന്നാ വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞു. ആരോടും വാങ്ങരുതെന്ന് പറഞ്ഞു. ശരി, കണ്ണം വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കണ്ണൻ ഇത് തിരിച്ചുകൊണ്ട് തന്നു. വാങ്ങിയതിന് അമ്മ വഴക്ക് പറഞ്ഞത്രേ. സത്യമാണോ? മുമ്പ് ഉടുപ്പ് മാറ്.
എന്താ നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യമോ? എനിക്കില്ലാത്തത് അതൊന്നു മാത്രമാണ്. നിങ്ങളിവിടെ വരുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. അത് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യം പറഞ്ഞ് എന്നെ ക്ഷീണിപ്പിക്കരുത്. അത് നടക്കാതെ പോയതിന്റെ പ്രതികാരത്തിന് ഒരു ദിവസമെങ്കിലും എന്നെ നിങ്ങളുടെ ഭാര്യയാക്കുമെന്ന് പമ്മയം കിട്ടിയിരുന്നില്ലേ? സത്യമല്ലേ? ഇതാര് പറഞ്ഞു? സത്യമാണോന്നാണ് ഞാൻ ചോദിച്ചത്. രാധിക, ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ ഞാനെന്ന് പറഞ്ഞാൽ വിശദീകരണം വേണ്ട. സത്യമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമാണ്. ഞാനും ശ്രീയേട്ടനും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നെന്ന് നിങ്ങൾക്കറിയാലോ. ശ്രീയേട്ടൻ മരിച്ച അന്ന് ഞാനും ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി എനിക്ക് മൊഴി കൊടുക്കാമായിരുന്നു. പക്ഷേ എന്റെ മൊഴി കൊണ്ടെങ്കിലും നിങ്ങളൊരു മനുഷ്യനായി തീരുമെന്ന് ഞാൻ കരുതി. അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്റെ ശരീരമല്ലേ വേണ്ടത്? അനുഭവിച്ചോളൂ, അനുഭവിച്ചോളൂ. എന്ത് പറഞ്ഞടി? എന്ത് പറഞ്ഞെന്നാ ചോദിച്ചേ? അച്ഛനില്ലാത്ത എന്റെ കുഞ്ഞുമായി ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഇനി എനിക്ക് മോചനമില്ലേ ദൈവമേ? തെറ്റുകൾ മാത്രം ചെയ്തു പോകുന്നവന് പിന്നീട് ഒരു ശരി പോലും ചെയ്യാൻ അനുവാദമില്ലേ രാധികെ? ഈ ലോകം മുഴുവൻ എന്റെ നേർക്ക് വിരൽ ചൂണ്ടി കൊലപാതകി എന്ന് വിളിച്ചപ്പം നീ മാത്രമാണ് എന്നിലെ മനുഷ്യനെ കണ്ടെത്തിയത്. എന്ന് നീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കൊലപാതകി അല്ലെന്ന് മൊഴി കൊടുത്തോ, അന്നു മുതൽ നീ എന്റെ സഹോദരിയാണ്. എന്നെ വിശ്വസിക്കൂ രാധികെ, നീ എന്റെ സഹോദരിയാണ്. എന്റെ അമ്മ പ്രസവിക്കാത്ത എന്റെ സഹോദരി. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അണക്കൊഴുപ്പും അഹങ്കാരവും കൊണ്ട് വഴിതെറ്റി ഇരുളിൽ നടന്നവനാണ് ഞാൻ. നീ എനിക്ക് വെളിച്ചം പാർന്നു തന്നു. അനീതി, ഈ സഹോദരന്റെ ഇനിയുള്ള ജീവിതം നിന്നെയും കുഞ്ഞിനെയും സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്റെ ഭഗവതി, ഈ പെണ്ണ് ഇത്രക്കാരിയാണോ? സത്യം എന്തെന്നറിയാതെ നീ വെറുതെ അതും ഇതും പറയാതെ. എങ്കിൽ സത്യം അച്ഛൻ പറയൂ. അത് കണ്ടുപിടിക്കണം. എന്തിന്? മാനം മര്യാദയായിട്ട് നമുക്ക് ഈ നാട്ടിൽ കഴിയണമെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റണം. അവൾ അച്ഛനെ വരുത്തി കൂട്ടത്തിൽ പറഞ്ഞു വിട്ടേക്ക്. അത് ഇതിനത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആലോചിക്കാനൊന്നുമില്ലേ? എന്തെങ്കിലും കേട്ടാ ഉടനെ എടുത്ത് ചാടിയാ മതിയോ? സമാധാനം ഉണ്ടാക്കാൻ നീ ഒന്ന് അടങ്ങ്. ഇത്രയും നാളായിട്ടും അമ്മാവനെന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ നാട്ടുകാർ അതും ഇതും പറയുന്നത് കേട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ മോളെ? അവരുടെ വാങ്ങുടി കെട്ടാൻ ആർക്കും കഴിയില്ല അമ്മവ. പക്ഷെ നമ്മുടെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? മോഹൻ മേലാൽ ഇവിടെ വരരുതെന്ന് നിനക്ക് പറഞ്ഞൂടെ? ഈ അപവാദം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മോളെ ഞാൻ പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മവ, ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേണോട്ടൻ. എന്നെ സഹായിക്കാൻ വേണോട്ടൻ ഇപ്പോൾ എന്നും ഇവിടെ വരാറുണ്ട്. ഞാനും വേണോട്ടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഈ നാട്ടുകാർ തന്നെ നാളെ പറഞ്ഞാൽ അമ്മാവൻ എന്ത് ചെയ്യും? എന്റെ അച്ഛൻ അമ്മാവന് നല്ലപോലെ അറിയാലോ. ആ നല്ല മനുഷ്യൻ വളർത്തിയ മകളാണ് ഞാൻ. എന്റെ ശ്രീയേട്ടൻ ഞങ്ങളെ വിട്ടുപോയെങ്കിലും ഇന്നും എന്റെ ഹൃദയത്തിലുണ്ട്. ഏത് സാഹചര്യം ഉണ്ടായാലും എന്റെ ചുവട് കഴിക്കില്ല അമ്മാവ. ഇന്ന് നിലവിലിരിക്കുന്ന കൂലിയെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതലാണല്ലോ. ഒരു കൊല്ലം കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായില്ലേ? കൂടുതൽ സംസാരിക്കുന്നതിനാ ഈ കൂലി സമ്മതിച്ചാൽ ഞങ്ങൾ പണിക്കണം. എന്താ എന്താ ഇവിടെ കൂലിത്തർക്ക? അത് തർക്കിക്കാൻ എന്തിരിക്കുന്നു? നാട്ടിൽ നടപ്പുള്ള കൂലി വാങ്ങിച്ചോണം. അത് സാറേ, ഈ കഴിഞ്ഞ കൃഷി വരെ പാതി നില ശ്രീധരം കുഞ്ഞ് ട്രില്ലർ ഉപയോഗിച്ചാ ഉഴുതത്. പാതി നിലത്ത് ഞങ്ങൾ കാളയെ പോട്ടി ഇടുമായിരുന്നു. ഇത്തവണ ട്രില്ലർ ഓടിക്കാൻ ആളില്ല. അപ്പൊ മുഴുവൻ നിലവും ഞങ്ങളൊന്നും ഇടണ്ടേ? അതുകൊണ്ടാ കൂലി കൂടുതൽ ചോദിച്ചത്. ട്രില്ലറ് ഞാൻ ഓടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കൃഷി നടക്കട്ടെ. അത് വേണ്ട ചേട്ടാ. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ നീ എതിര് പറയണ്ട. ഞാൻ നില ഉഴുതാൽ മണ്ണളവോ നോക്കട്ടെ. വാ.